സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി 3 നാളുകൾ മാത്രം ബാക്കി. കലോത്സവത്തിന് ആതിഥേയത്വമേകാൻ തലസ്ഥാന നഗരത്തിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തലസ്ഥാന നഗരം ഒരുങ്ങുകയാണ്. കേവലം 3 ദിനങ്ങൾ മാത്രമാണ് കലയുടെ കേളികൊട്ടിനായി ഇനി ബാക്കി. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സജ്ജമാക്കിയ കൂറ്റൻ പന്തൽ അവസാനവട്ട മിനുക്കുപണികളിലാണ്. 70,000 ചതുരശ്ര അടിയിലാണ് പന്തൽ ഒരുക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അലുമിനിയം ജർമ്മൻ ഹാങ്ങർ ടെന്റ് സംവിധാനത്തിലാണ് പന്തൽ പൂർത്തിയാകുന്നത്. അലുമിനിയം ചട്ടക്കൂടിൽ PVC കോട്ടിംഗുള്ള ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര തീർക്കുന്ന രീതിയാണിത്. മന്ത്രി വി ശിവൻകുട്ടി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 10,000 കസേര ഇടും. ഇതുകൂടാതെ ഒരു 5,000 പേർക്ക് നിന്ന് ഒരേ സമയം കലാപരിപാടിയിൽ കാണാം. ഇതുകൂടാതെ 30ഓളം വരുന്ന 30+5 35ഓളം വരുന്ന വാഷ്റൂംസ് ശരിയാക്കിയിട്ടുണ്ട്. ട്രാഫിക് പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മൈതാനത്തിനകത്ത് വാഹനങ്ങൾ കയറുന്നത് പാസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ടായിരിക്കും കയറ്റിവിടുന്നത്. പ്രധാന വേദിയുടെയും സമീപ പ്രദേശത്തെയും ഗതാഗത നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരും. ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. വിജയികൾക്കായുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് കാസർഗോഡ് നിന്നും പുറപ്പെടും. ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര. എന്നാൽ 3-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലാ അതിർത്തിയിലും നഗര അതിർത്തിയിലും ആഘോഷപൂർവ്വം സ്വീകരണം നൽകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.